കർത്താവിൻ്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കൾ, ഇവിടെ വിശുദ്ധിയെ തികച്ചു കൊള്ളുവാൻ പറയുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള സകല അഴുക്കുകളും മാറ്റി. ആദ്യം പറയുന്നത് പറഞ്ഞാൽ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട്. എന്തോന്ന് വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ ചേർത്ത് കൊള്ളാം, ഞാൻ നിങ്ങൾക്കായി വീടൊരുക്കുവാൻ പോകുന്നു, അതേപോലെ എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ പോയിട്ട് എൻ്റെ കൂടെ ഇരുപ്പാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും, ഇങ്ങനെ ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാം, നരയ്ക്കോളം ഞാൻ നിങ്ങളെ ചുമക്കാം, എൻ്റെ കൺമണി പോലെ ഞാൻ നിങ്ങളെ കാക്കും, എൻ്റെ ഉള്ളംകരത്തിൽ ഞാൻ നിങ്ങളെ വരച്ചിരിക്കുന്നു. ഇങ്ങനെ പല വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഇരിക്കുന്നത് കൊണ്ട് നാം വിശുദ്ധിയോട് നമ്മുടെ ജീവിതത്തിലുള്ള ഈ ആത്മാവിലും നമ്മുടെ ജഡത്തിലുള്ള സകല കന്മഷണം എന്ന് പറയുമ്പോൾ നാം എന്ന് പറയുന്നത് ജഡത്തിലെയുള്ള പാവ സ്വഭാവങ്ങളെ മാറ്റി ആത്മാവിനെ വിശുദ്ധിയിലേക്ക് നയിച്ച് നാം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളണം. നാം വിശുദ്ധരായി ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോകുവാനോ ദൈവത്തെ നമുക്ക് ദർശിക്കുവാനോ കഴിയുകയില്ല. ദൈവത്തെ നമുക്ക് കാണണമെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ രാജ്യത്തിൽ പോകണമെങ്കിൽ നാം വിശുദ്ധിയെ തികയ്ക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹമായ സമയത്ത് മെസ്സേജ് കേട്ട് അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, പാപം നിറഞ്ഞ ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ കൺമോഹവും ജഡമോഹവും നിൻ്റെ മക്കളെ കർത്താവെ ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ അശുദ്ധിയിലേക്ക് നടത്തുവാൻ നീ സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ജഡത്തിലും ആത്മാവിനുള്ള എല്ലാ അശുദ്ധിയും നീക്കി വിശുദ്ധിയിലേക്ക് നിൻ്റെ മക്കൾ നടന്ന് നിൻ്റെ രാജ്യത്തിൽ വന്ന് ചേരുവാൻ നിൻ്റെ മക്കളെ കരം പിടിച്ച് വഴി നടത്തണമേ കർത്താവെ. ചുരുക്കമായ പ്രാർത്ഥന കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.